പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സർക്കാർ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ അനിശ്ചിതകാല OP ബഹിഷ്കരണം തുടങ്ങിയിരിക്കുകയാണ്. സർക്കാർ നൽകിയ ഉറപ്പുകൾ പാലിക്കാത്തതിനെ തുടർന്നാണ് സമരം ശക്തമാക്കാൻ ഡോക്ടർമാരുടെ സംഘടന തീരുമാനിച്ചത്. ഇന്നു മുതൽ അനിശ്ചിതകാലത്തേക്ക് അധ്യാപന ബഹിഷ്കരണവും ആരംഭിക്കും. പ്രതിഷേധത്തിന്റെ ഭാഗമായി ഇന്നെല്ലാ മെഡിക്കൽ കോളേജുകളിലും ധർണയും സംഘടിപ്പിക്കും. പ്രതികരണങ്ങൾ ആദ്യം. ഇന്നില്ല OP, ഇനി വെള്ളിയാഴ്ച ഉള്ളൂ. അപ്പോൾ അതല്ലെങ്കിൽ പറഞ്ഞു തരണം, വെള്ളിയാഴ്ച ഉള്ളൂ, നിങ്ങൾ ഇന്ന ഡേറ്റിലാണ് വരേണ്ടതെന്ന് പറയണം. OP ടിക്കറ്റ് എടുക്കാൻ ഇത്രയും വരിയും കയറുന്ന അവിടെ എത്തിയപ്പോൾ പറയുന്നു ഇന്നില്ല. ബുദ്ധിമുട്ടായില്ലേ? അവിടെ ബുദ്ധിമുട്ടാണ്. അവന് തിരിച്ചു പോണ്ടേ, കിട്ടുന്ന വാഹനത്തിൽ കയറി വരെയാണ്. ഇപ്പോഴത്തെ അറിയാമല്ലോ വാഹനങ്ങൾ. തിരുവനന്തപുരത്ത് നിന്ന് MG പ്രതീഷും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് ഷാഹദ് റഹ്മാനും തത്സമയം നമുക്കൊപ്പം ചേരുന്നു. ഇരുവർക്കും ഗുഡ് മോർണിംഗ്. ആദ്യം പ്രതീഷിലേക്ക്. പ്രതീഷ്, തിരുവനന്തപുരത്ത് എങ്ങനെയാണ്? രോഗികളുടെ കാര്യമായ ഒഴുക്കുണ്ടോ അവിടെ? ഇന്ന് OP ബഹിഷ്കരിക്കും എന്നുള്ള വാർത്ത നമ്മൾ ഇന്നലെയൊക്കെ സംപ്രേഷണം ചെയ്തിരുന്നു. അതുകൊണ്ട് കൂടുതൽ ആളുകൾ എത്തിച്ചേരാനുള്ള സാധ്യത ഉണ്ടാവില്ല എന്നാണ് നമ്മൾ കരുതിയത്. എന്താണ് തിരുവനന്തപുരത്തെ അവസ്ഥ? സമരം ആരംഭിച്ചോ? അരുൺകുമാർ, രോഗി പരിചരണ കേന്ദ്രങ്ങളാണ് ആശുപത്രികൾ. പക്ഷേ കുറെ നാളുകളായ ഒരു സമര കേന്ദ്രങ്ങളായി മാറുന്ന കാഴ്ചകളാണ് കാണുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ OP ബ്ലോക്കിലാണ്. രാവിലെ മുതൽ തന്നെ ഈ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരുടെ അനിശ്ചിതകാല OP ബഹിഷ്കരണം ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ കാര്യമായ ബുദ്ധിമുട്ടുകൾ രോഗികൾക്ക് നിലവിൽ ഉണ്ടായിട്ടില്ല. കാരണം PG ഡോക്ടർമാരുടെ സേവനം ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഈ അനിശ്ചിതകാല OP ബഹിഷ്കരണം ഇപ്പോൾ ആശുപത്രികൾ നേരിടുന്നത്. അതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടുകളില്ല. പക്ഷേ ഈ ചില പ്രത്യേക ഡോക്ടർമാർ, സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെ സേവനത്തിനായി ഇവിടെ എത്തുന്നവർ ഇവിടെ നിന്ന് മടങ്ങേണ്ട ഒരു സാഹചര്യമുണ്ട്. കാരണം ഇവിടെ എത്തുമ്പോഴാണ് ചിലപ്പോൾ പല രോഗികളും ഇന്ന് ആ ഡോക്ടറും അവർ സ്ഥിരമായി കാണിച്ചുകൊണ്ടിരിക്കുന്ന ആ ഡോക്ടർ ഇല്ല എന്നുള്ള വിവരം അറിയുന്നത്. അങ്ങനെ ദൂരസ്ഥലത്ത് നിന്ന് എത്തുന്നവർക്ക് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട്. ഈ രാവിലെ 10 മണിക്ക് ഡോക്ടർമാരുടെ ഒരു പ്രതിഷേധ ധർണ ഉൾപ്പെടെ ഈ മെഡിക്കൽ കോളേജിൽ നടക്കുന്നുണ്ട്. ഇന്ന് മുതലാണ് അനിശ്ചിതകാല OP ബഹിഷ്കരണവും അധ്യാപന ബഹിഷ്കരണവും ആരംഭിച്ചിട്ടുള്ളത്. ഒപ്പം ഈ വരും ദിവസങ്ങളിൽ സമരം കൂടുതൽ കടുപ്പിക്കാനാണ് ഡോക്ടർമാരുടെ തീരുമാനം. ഫെബ്രുവരി 19 വ്യാഴാഴ്ച മുതൽ അടിയന്തരമല്ലാത്ത എല്ലാ സർജറികളും ബഹിഷ്കരിക്കും എന്നതാണ് മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരുടെ സംഘടന അറിയിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ മെഡിക്കൽ കോളേജുകളുടെ പ്രവർത്തനം ഉൾപ്പെടെ താളം തെറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകും. നേരത്തെ ആരോഗ്യ വകുപ്പുമായി ഡോക്ടർമാർ ചർച്ച നടത്തിയെങ്കിലും എൻട്രി കേഡർ തസ്തികയിലെ പ്രശ്നങ്ങൾക്ക് മാത്രമാണ് പരിഹാരമുണ്ടായിട്ടുള്ളത്. ഡോക്ടർമാർ മുന്നോട്ട് വയ്ക്കുന്ന പല ആവശ്യങ്ങളിലും ഇപ്പോഴും സർക്കാർ ഒരു നിലപാട് സ്വീകരിക്കുന്നില്ല, അല്ലെങ്കിൽ ഒരു അനുകൂല നിലപാട് സ്വീകരിക്കുന്നില്ല എന്നതാണ് ഡോക്ടർമാർ അറിയിക്കുന്ന കാര്യം. പ്രധാനമായും ഡോക്ടർമാരുടെ ജോലിഭാരം വളരെ കൂടുതലാണ്. ഡോക്ടർ രോഗി അനുപാതം അത് പരിഷ്കരിക്കണം. കൂടുതൽ അധ്യാപക അതുപോലെ തന്നെ ഡോക്ടർമാരുടെ തസ്തികകൾ ഉണ്ടാകണം എന്നതാണ് ഡോക്ടർമാർ പറയുന്നത്. ഒപ്പം ഈ കൂട്ട സ്ഥലമാറ്റം, താൽക്കാലികമായെങ്കിലുമുള്ള കൂട്ട സ്ഥലമാറ്റം ഒഴിവാക്കണം എന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഡോക്ടർമാർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. കോവിഡ് കാലത്തെ ഉൾപ്പെടെയുള്ള ശമ്പള കുടിശ്ശിക ഇപ്പോഴും നൽകാനുണ്ട്. അങ്ങനെ നിരവധി ആവശ്യങ്ങളാണ് ഡോക്ടർമാർക്ക് മുന്നിലുള്ളത്. പക്ഷേ അപ്പോഴും വലയുന്നത് രോഗികളാണ്. അരുൺ, നമുക്കിപ്പം ഷഹദ് കൂടി ചേരുന്നുണ്ട്. പ്രതീഷ്, ഷഹദ് ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണുള്ളത്. ഷഹദ്, ഗുഡ് മോർണിംഗ്. ഷഹദ്, കോഴിക്കോട് എന്താ അവസ്ഥ? ഡോക്ടർ അരുൺ, കോഴിക്കോടും അതായത് സമരം എത്രത്തോളം ബാധിച്ചു എന്ന് ചോദിച്ചാൽ അത് നമുക്ക് കൃത്യമായിട്ട് ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കില്ല. കാരണം സമരത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചോ അധികം ആളുകൾക്കും അറിയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വസ്തുത. പക്ഷേ നമുക്കിപ്പോൾ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. ഞാൻ നിൽക്കുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ OP വിഭാഗത്തിലാണ്. ഇപ്പോൾ ഇവിടെ വരുന്ന രോഗികളെ സംബന്ധിച്ച് അവരെ ഈ പരിചരിക്കുക PG ഡോക്ടർമാരാണ്. ഇപ്പോൾ ഈ PG ഡോക്ടർമാരും ഹൗസ് സർജന്മാരും ഉള്ളതുകൊണ്ട് നിലവിൽ താൽക്കാലികമായിട്ട് ഇവിടെ എത്തുന്ന രോഗികളെ സംബന്ധിച്ച് അവർക്ക് നേരിയ തോതിലുള്ള ഒരു ആശ്വാസം ഉണ്ടാവും. പക്ഷേ സ്പെഷ്യലൈസ്ഡ് ഡോക്ടർമാരോ അല്ലെങ്കിൽ സീനിയർ ഡോക്ടർമാരുടെയോ പരിചരണം അത് ഇനിയുള്ള ദിവസങ്ങളിൽ ഈ രോഗികൾക്കുണ്ടാകില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് സ്ഥിരമായിട്ട് ഒരു ആളെ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രോഗിയെ സംബന്ധിച്ചിടത്തോളം അത് അവർക്ക് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുകയും ചെയ്യും എന്നുള്ളതാണ്. മാത്രമല്ല ഓപ്പറേഷൻ ഉൾപ്പെടെയുള്ള വിഭാഗങ്ങളിൽ അത് അടുത്ത ദിവസങ്ങളിൽ ഇവരെല്ലാവരും തന്നെ വിട്ടുനിൽക്കും. ഇന്ന് 10 മണിയോടുകൂടി ഇവിടെ പ്രതിഷേധ മാർച്ചും ധർണയും ഒക്കെ തന്നെ ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെ സ്ഥിരമായിട്ട് കാണിക്കുന്ന ആളാണോ? ആദ്യമായിട്ട് അപ്പം സ്ഥിരമായിട്ട് കാണിക്കുന്ന ഡോക്ടറെ കാണിക്കാൻ വന്നതാണോ അതോ ഡോക്ടറെ കാണിക്കാൻ വന്നത്? ഈ സമരമൊക്കെ നടക്കുന്നത് അറിയും? അപ്പം വിചാരിച്ച ഡോക്ടറെ കാണാൻ പറ്റുമോ? പറ്റുമായിരിക്കും എന്ന് വിചാരിക്കുന്നു. ചേച്ചി എവിടുന്ന്? കൊട്ടൂര്. ഇതിനു മുമ്പ് വന്നതാണോ? ഇവിടെ ഈ സമരം നടക്കുന്നത് അറിയോ ഡോക്ടർമാർ? പിന്നെ സ്ഥിരമായിട്ട് കാണിക്കുന്ന ഡോക്ടറെ കാണിക്കാനോ അല്ലെങ്കിൽ നോർമൽ ഡോക്ടറെ കാണിക്കാനോ? സ്ഥിരമായി കാണിക്കാം.
അപ്പം ഇനിയിപ്പം ഏത് ഡോക്ടറെ കാണിക്കാനാണ് വിചാരിച്ചത്? ENT എവിടുന്ന? ഞാൻ അരക്കട. സമരം നടക്കുന്നത് അറിയോ? അറിയില്ല. അറിയില്ല. അപ്പം ഇനിയിപ്പം ഏത് വിഭാഗത്ത് കാണിക്കാനാണ് വന്നിട്ടുള്ളത്? ഞാൻ എൻ്റെ മോന് ഒരു അപകടം പറ്റിയിട്ട് ഇവിടെ അഡ്മിറ്റായിരുന്നു. അപ്പോൾ ഇന്ന് ഡിസ്ചാർജ് ആയിട്ട് വീട്ടിൽ പോയതാണ്. ഇപ്പോൾ സ്റ്റിച്ച് എടുക്കാൻ വേണ്ടിയിട്ട് വരാൻ പറഞ്ഞിട്ട് വന്നതാണ്. ഇപ്പോൾ ഡോക്ടറെ കാണണമല്ലോ, അതിന് ഓപ്പറേഷൻ ഇട്ടിട്ട് നിൽക്കുക. ചേച്ചി എവിടുന്ന? തലശ്ശേരി. സ്ഥിരമായിട്ട് കാണിക്കുന്ന ആളാണോ? ENT കാണിക്കുക. സമരം നടക്കുന്ന അറിയോ ഇനി മുതലുള്ള ദിവസം? ഒരു സൂചന ഉണ്ടായിരുന്നു, പക്ഷേ ഉണ്ടാവില്ലയോ എന്ന് തീർച്ചയില്ല. സ്ഥിരമായിട്ട് ഏതെങ്കിലും ഒരു ഡോക്ടറെയാണോ കാണിക്കുന്നത്? ഇപ്പോൾ ഡോക്ടർ ഉണ്ടാവില്ല, അപ്പം ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഉണ്ടാവുമായിരിക്കും. അല്ല, സീനിയർ ഡോക്ടർമാർ ആരും ഉണ്ടാവില്ല ഇന്നു മുതൽ? ഉണ്ടാവില്ലല്ലേ? ശരി. ഏതായാലും കാണിച്ചിട്ട് പോയതാ. പിന്നെ കാണിക്കാൻ 5 ദിവസം കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞിട്ട്. ഇതാണ് അരുൺ. അതായത് കുറേ അധികം ആളുകൾക്ക് ഈ സമരം നടക്കുന്നത് അറിയാം. എന്നാൽ ചില ആളുകൾ ഏതെങ്കിലും ഒരു ഡോക്ടറെ കാണിച്ചിട്ട് പോകാം എന്ന ധാരണയിലാണ് ആശുപത്രിയിലേക്ക് എത്തിയിട്ടുള്ളത്. ഇത്തരത്തിൽ ഇനിയുള്ള ദിവസങ്ങളിലായിരിക്കും ഒരുപക്ഷെ ഈ പ്രശ്നം രൂക്ഷമാവുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇന്ന് 10 മണിയോടുകൂടി ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ ഒരു ധർണാ സമരമുണ്ട്. അത് കോഴിക്കോട് പ്രിൻസിപ്പൽ ഓഫീസിന് മുൻപിലായിരിക്കും. അതായത് മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പൽ ഓഫീസിന് മുൻപിലായിരിക്കും ഈ ധർണാ സമരം ഉണ്ടാവുക. ഓക്കെ, താങ്ക് യു. ഇപ്പോൾ ഷഹദാണ് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് നിന്നും MG പ്രതീഷാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. ചുരുക്കി പറഞ്ഞാൽ പല രോഗികൾക്കും ഇന്നിപ്പോൾ സമരം നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം തന്നെ അറിയില്ല എന്നുള്ളതാണ്. അതിനുശേഷം അവർ വന്നു നിൽക്കുന്നു. പക്ഷേ മറ്റ് ഹൗസ് സർജന്മാരുടെയും ഒപ്പം ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥികളുടെയും ഒക്കെ സേവനമുള്ളത് കൊണ്ട് അവർക്ക് തൽക്കാലം ബുദ്ധിമുട്ടില്ലാതെ പോകാം. പക്ഷേ എങ്കിലും ആഴത്തിലുള്ള ചികിത്സയ്ക്ക് സ്പെഷ്യലൈസ്ഡ് ഡോക്ടർമാരുടെ സേവനം ലഭ്യമല്ല.